ഹരേ കൃഷ്ണ. സപം കൃഷ്ണ ജാതാർപ്പണമസ്തു. ജയ ശ്രീ രാധരാധി സപത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എൻ്റെ കൃഷ്ണ തീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കഥ പറയുകയാണ്. അതായത് ദേവി മാഹാത്മ്യത്തിലെ 1-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു കഥ പറയുകയാണ്. ആര് സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണണം. സ്കിപ്പ് ചെയ്താൽ ആ കഥ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ദേവി മാഹാത്മ്യം മാർക്കണ്ഡേയനാണ് പറഞ്ഞു തരുന്നത്. മാർക്കണ്ഡേയ പുരാണത്തിൽ നടത്തുന്നതാണ് ദേവി മാഹാത്മ്യം. ദേവി മാഹാത്മ്യത്തെ 1-ാമത്തെ അധ്യായം തന്നെ തുടങ്ങുന്നത് മധുകൈടഭ വധവുമായിട്ടാണ്. അപ്പം മധുകൈടഭന്മാരെ എങ്ങനെയാണ് അവരുടെ ജനനവും അത് എങ്ങനെയെന്ന് അറിയണ്ടേ. അപ്പോൾ ആദ്യം അതിൽ പറയുന്നത് സാവർണിയെക്കുറിച്ചാണ്. സാവർണി ആരംഭിച്ച സൂര്യപുത്രനായ മന്വന്തരങ്ങൾ 8-ാമത്തെ മനുവാണ് സാവർണി. അപ്പോൾ ഈ സാവർണി എന്ന് വെച്ചാൽ സാവർണിക്ക് അത് പൂർവ്വമായിട്ടൊരു കഥയുണ്ടായിരുന്നു. അതിൽ സുരതൻ, അതായത് സ്വരോജിക്ഷ മന്വന്തരത്തിൽ സുരതൻ എന്ന മഹാരാജാവാണ് സാവർണിയായ 8-ാമത്തെ മന്വന്തരങ്ങളിൽ അറിയപ്പെടുന്നത്. അപ്പം ഈ സുരതൻ എന്ന രാജാവിന് ദേവി ഏറ്റവും അവസാനം വരം കൊടുക്കുന്നതാണ് ഈ സൂര്യപുത്രനായ സാവർണിയായി, അതായത് 8-ാമത്തെ മന്വന്തരങ്ങളിലെ സാവർണിയായ മനു എന്ന് അറിയപ്പെടും. അതാണ്. അപ്പോൾ ഈ സാവർണിയെ, അതായത് സുരതൻ എന്ന രാജാവാണ്. അപ്പോൾ സാവർണിയെക്കുറിച്ച്, സാവർണിയുടെ പൂർവ്വകാലങ്ങളാണ് ഇതിലൂടെ നമുക്ക് 1-ാമത്തെ അധ്യായത്തിലൂടെ നമുക്ക് കാണാൻ വരുന്നത്. അപ്പോൾ സ്വരോജിക്ഷ മന്വന്തരം, അതായത് അഗ്നിപുത്രനായ സ്വരോജിക്ഷ മന്വന്തരത്തിലെ സുരതൻ എന്ന രാജാവാണ് ഇതിലെ കഥാപാത്രം. അപ്പം ആ സുരതൻ എന്ന രാജാവ് ആ രാജ്യത്തിൽ നല്ല ഒരു രാജാവായിരുന്നു. കാരണം തൻ്റെ രാജ്യത്തിലെ പ്രജകളെയും കുടുംബാംഗങ്ങളെ പോലെ എല്ലാവരെയും കണ്ടുപോയി അത്രയും സ്നേഹിക്കുന്ന ഒരു രാജാവായിരുന്നു സുരതൻ. അപ്പോൾ ഈ സുരതൻ എന്ന രാജാവിലെ കോലവിധ്വംസികൾ വന്ന് ആക്രമിക്കുകയും അതിൽ രാജാവിനെ പരാജയപ്പെടുന്നു. കാരണം രാജാവിന് പടയാളികൾ കുറവായതുകൊണ്ട് രാജാവ് അതിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പരാജയപ്പെട്ട രാജാവിനെ ജനങ്ങളും കുടുംബക്കാരുമൊക്കെ തള്ളിപ്പറയുകയാണ്. അതായത് എല്ലാ സ്വത്തുക്കളും അവരെടുത്തുകൊണ്ട് പോവുകയും രാജാവിനെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. രാജാവ് ഇതിൽ മനംതൊന്ന് രാജാവ് തൻ്റെ കുതിരപ്പുറത്ത് കയറി നായാട്ടിനെന്ന രൂപേണ വനത്തിലോട്ട് യാത്ര പോവുകയാണ്. അങ്ങനെ വനത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു മുനിയുടെ ആശ്രമം കാണുകയും രാജാവ് നേരെ ഈ മുനിയുടെ അടുത്ത് ചെല്ലുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് മുനി ചോദിക്കും, നിങ്ങളല്ലാതെ ഞാൻ ഇന്നെ രാജാവായിരുന്നു, എൻ്റെ ഭണ്ഡാരങ്ങളും അതായത് കുടുംബക്കാരെല്ലാവരും കൂടെ എൻ്റെ സ്വത്തുക്കളെല്ലാം പങ്കിട്ട് എന്നെ ദരിദ്രനാക്കി. അതുകൊണ്ട് എനിക്ക് അവിടെ കാരണം ഞാനൊരു കുടുംബത്തെ പോലെ സ്നേഹിച്ചവരെല്ലാം എന്നെ ഒറ്റപ്പെടുത്തി. എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞു മുനി എന്ന് ആ ഋഷിയോട് രാജാവ് പറയുകയാണ്. അപ്പോൾ ഋഷി പറയും, നിങ്ങളുടെ നിന്നുകൊള്ളൂ, നിങ്ങൾക്കിവിടെ താമസിക്കാം എന്ന് ഋഷി അവിടെ പറയുകയും രാജാവ് അവിടെ താമസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതുവഴി ഒരു അലഞ്ഞു തിരിഞ്ഞ് ഒരു വൈശാഖൻ എന്നൊരാൾ, അതായത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ മുനിയുടെ ആശ്രമം കാണുമ്പോഴത്തേക്കും, രാജാവിനെ കാണുമ്പോഴത്തേക്കും ഈ വൈശാഖൻ അവിടെ ചെല്ലുകയാണ്. അങ്ങനെ ഈ രാജാവ് മുനി ചോദിക്കും, നിങ്ങളാരാണ്? അത് ഞാൻ വൈശാഖൻ എന്നുള്ള, എൻ്റെ പേര് സമാധിയാണ്. എൻ്റെ കുടുംബക്കാരൊക്കെ എന്നെ ഉപേക്ഷിച്ച് ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് വനത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് ഈ ആശ്രമം കണ്ട് ഞാനിവിടെ വന്നത്. അപ്പോൾ രാജാവ് പറയും, നിങ്ങളും എന്നെ പോലെ ഏതാണ്ട് നമ്മളെല്ലാം തുല്യ ദുഃഖിതരാണെന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തും ഇവർ പറയും, ഋഷി, നമ്മളുടെ ആൾക്കാർ നമ്മളെ ഉപേക്ഷിച്ചെങ്കിലും നമ്മൾക്ക് എന്തുകൊണ്ടാണ് നമ്മളുടെ മക്കളെയോ കുടുംബക്കാരെയോ ഞങ്ങൾക്ക് നമ്മളുടെ മനസ്സിൽ നിന്ന് അവരെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. കാരണം ഇപ്പോഴും നമ്മൾ ആ ബന്ധങ്ങളിൽ പെട്ടിരിക്കുകയാണ്. നമ്മളിവിടെ വന്നെങ്കിലും നമ്മളുടെ മനസ്സിൽ നിന്ന് അവർ പോകുന്നില്ല. എത്രയായാലും സമാധിയും രാജാവും ഋഷിയോട് പറയുകയാണ്. അപ്പം രാജാവ് പറയും, ഇതെല്ലാം ഒരു യോഗമായയുടെ വലയത്തിൽ പെട്ടത് കൊണ്ടാണ്. അതായത് ശംഖചക്ര ഗദാധര ശൂലവുമായ ഒരു മോഹമായ, അതാ മഹാമായ എന്ന ഒരു ദേവിയാണ്. ആ ദേവിയുടെ ഒരു മോഹവലയമാണ് നിങ്ങളുടെ മനസ്സിലെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാക്കുന്നത്. അപ്പം ഈ രാജാവും സമാധിയും ചോദിക്കും, അങ്ങനെ ഒരു ദേവിയുണ്ടോ? ആ ദേവിയുടെ കഥകൾ ഞങ്ങൾക്കും കൂടെ ഒന്ന് അത് പറഞ്ഞു തരൂ. ഇങ്ങനെയാണ് ഈ ഋഷി മധുകൈടഭന്മാരെ നസുരെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതായത്
കൽപ്പാന്ത കാലത്ത് പ്രളയം ഉണ്ടാവുകയും അപ്പം ഈ പ്രളയം ഉണ്ടാകുന്ന സമയത്ത് ദൃഷ്ടി ഉണ്ടാവത്തില്ല. അപ്പോൾ മഹാവിഷ്ണു പ്രളയകാലത്ത് മഹാവിഷ്ണു അനന്തനാവുന്ന മെത്തയിൽ മഹാവിഷ്ണു ഉറക്കമാണ്. അപ്പം ദൃഷ്ടി ഉണ്ടാവത്തില്ലല്ലോ. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് മഹാവിഷ്ണുവിൻ്റെ കർണത്തിൽ നിന്ന്, അതായത് കർണമാകുന്ന ആ അഴുക്കിൽ നിന്ന് 2 ദുഷ്ടന്മാരായ അസുരന്മാരുണ്ടായി. അത് മധുകൈടഭന്മാരെന്നുള്ള അസുരന്മാരാണ്. ഇവര് ഭയങ്കര ശല്യമായിരുന്നു. അതായത് ഭഗവാന്റെ നാഭിയായ പത്മത്തിലാണല്ലോ ബ്രഹ്മാവ് ഇരിക്കുന്നത്. അപ്പം നേരെ കാണുന്നത് ബ്രഹ്മാവിനെയാണ്. ഈ ബ്രഹ്മാവിനെ ഇവർ ചെന്ന് ശല്യപ്പെടുത്തുകയും ബ്രഹ്മാവിന് ഇരിക്കപ്രതി ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ മഹാവിഷ്ണു ഉണർത്താൻ പറ്റത്തില്ലല്ലോ. മഹാവിഷ്ണു ഉറക്കമല്ലോ. മഹാവിഷ്ണു ആ പ്രളയ സമയത്ത് മഹാവിഷ്ണു ഉറക്കമാണല്ലോ. അങ്ങനെ ബ്രഹ്മാവ് നിൽക്കുകയില്ലാതെ ബ്രഹ്മാവ് എന്ത് ചെയ്യണം? ദേവന്മാർ ഇന്ദ്രൻ്റെ അടുത്തെന്ന് പറയുന്നത് ഇന്ദ്രനും ഒരു രക്ഷയില്ല. ആർക്കും ബ്രഹ്മാവിനെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല. കാരണം ഈ മധുകൈടഭന്മാരെന്നുള്ള അവരുടെ ആക്രമണത്തിൽ നിന്ന് അവസാനം ബ്രഹ്മാവ് ദേവി ഭഗവാന്റെ, അതായത് മഹാവിഷ്ണു ആ ഭാഗത്താണല്ലോ ഇരിക്കുന്നത്, ദേവിയെ ധ്യാനിക്കുന്നു. ദേവി എന്നെ രക്ഷിക്കണം എന്ന് ദേവിയോട് പറയും. അങ്ങനെ ദേവി പ്രത്യക്ഷപ്പെട്ട് ഇതിപ്പോൾ ഭഗവാൻ ഇറക്കത്തിലാണല്ലോ ബ്രഹ്മാവേ, എന്തായാലും ഞാനൊന്ന് ശ്രമിക്കാം. എങ്ങനെ ദേവി ഭഗവാന്റെ നെഞ്ചിൻ്റെ ഭാവഭാഗത്ത് നൃത്തം ചെയ്യുകയും അപ്പോൾ മഹാവിഷ്ണു തൻ്റെ നിദ്രയിൽ നിന്ന് ഉണരുമ്പോൾ കാണുന്നതാര്? ബ്രഹ്മാവിനെ ആക്രമിക്കാൻ നിൽക്കുന്ന മധുകൈടഭന്മാരെന്നുള്ള അസുരന്മാരെയാണ്. അങ്ങനെ മഹാവിഷ്ണു ചോദിക്കും, നിങ്ങൾ എന്തിനാ ബ്രഹ്മാവിനെ ആക്രമിക്കുന്നത്? അപ്പോൾ ഈ മധുകൈടഭൻ നിങ്ങളാരാ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറയും. അങ്ങനെ കൈടഭന്മാരെയും നിങ്ങൾക്കാർക്കും നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത്, നിങ്ങൾ ഈ ബ്രഹ്മാവിനെ കൊല്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഞാൻ മഹാവിഷ്ണുവിനെ കൊല്ലാന്ന്. അങ്ങനെ 2 പേരുടെ അടുത്തും ആക്രമിക്കുന്ന അവസാനം മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചോദിക്കും, ഞങ്ങളാണ് ഇവിടുത്തെ ആൾക്കാർ, നിങ്ങൾക്ക് എന്ത് വരം വേണമെന്ന് മധുകൈടഭൻ മഹാവിഷ്ണുവിനോട് ചോദിക്കും. മഹാവിഷ്ണു പറയും, എനിക്ക് നിങ്ങൾ 2 പേരെയും കൊല്ലണം. മധുകൈടഭന്മാരെ ചിരിച്ചറിയാം, ഞങ്ങളെ കൊല്ലാനോ? നിങ്ങൾക്ക് ഞങ്ങളെ കൊല്ലാൻ കഴിയത്തില്ല. മഹാവിഷ്ണു എന്ത് ചോദിക്കും? മഹാവിഷ്ണു ചോദിക്കും, അതെന്താ? ഇവിടെ മൊത്തം പ്രളയമല്ലേ, ഈ വെള്ളത്തിൽ വെച്ച് നിങ്ങൾക്കാർക്ക് ഞങ്ങളെ കൊല്ലാൻ പറ്റത്തില്ലല്ലോ. അപ്പം മധുകൈടഭന്മാർ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പറയും, വെള്ളമില്ലാത്ത, അതായത് ജലമില്ലാത്തടത്ത് വെച്ച് നിങ്ങൾ ഞങ്ങളെ കൊല്ലണമെന്ന് പറയും. ഇത് കേട്ടപ്പോഴത്തേക്കും മഹാവിഷ്ണു പറയും, ഓ ശരി, ഞാൻ നിങ്ങളെ പ്രളയമില്ലാത്തടത്ത് വെച്ച് കൊല്ലാമെന്ന് പറയും. അങ്ങനെ മധുകൈടഭന്മാർ ചിരിച്ചിട്ട് പറയും, പ്രളയത്തിൽ മുങ്ങിക്കിടക്കുന്ന ഭാഗത്ത് വെച്ച് നിങ്ങൾ ഇവിടെ വെച്ചാൽ ഞങ്ങളെ കൊല്ലാൻ പോണത്? ഇതെല്ലാം ദേവിയുടെ ഒരു മഹാമായയാണെന്നേ. കാരണം ഈ മധുകൈടഭന്മാർക്ക് ബുദ്ധിയില്ലല്ലോ. കാരണം മഹാവിഷ്ണു അറിയാമല്ലോ പ്രളയമില്ലാത്ത ഭാഗം എവിടെയാണെന്ന് മഹാവിഷ്ണു അറിയാമല്ലോ, അത് ദേവിക്കും അറിയാമല്ലോ. അങ്ങനെ മഹാവിഷ്ണു അത് ഏറ്റവും അവസാനത്തെ ആ ഒരു ലൈനുണ്ടല്ലോ, ഏറ്റവും അവസാനം തദേസ്തുക്ത ഭഗവത ശംഖചക്രഗതാമൃത കൃത്വാ ചക്രേണ വൈ ചിഹ്നേ ജഘനേ ശിരസിതയോ എന്നൊരു ഏറ്റവും അവസാനത്തെ ഒന്നാമത്തെ അധ്യായത്തിൽ ഏറ്റവും അവസാനം പറയുന്നതെന്ന് വെച്ചാൽ, ശംഖചക്രഗതാധാരിയായ ആ മഹാവിഷ്ണു തൻ്റെ ചക്രം ഉപയോഗിച്ച് തൻ്റെ ജഗ്ന പ്രദേശത്ത് വെച്ച് മധുകൈടഭന്മാരെ വധിക്കുന്നു. അപ്പം ജഗ്ന പ്രദേശം എന്ന് വെച്ചാൽ പ്രളയകാലത്ത് ഭഗവാന്റെ അരയ്ക്ക് താഴെ മാത്രമേ പ്രളയം ഉണ്ടാവത്തുള്ളൂ. ബാക്കി മുകളിലോട്ട് ഭാഗത്ത് പ്രളയത്തെ ബാധിക്കുകയില്ല. അത് മഹാവിഷ്ണു അറിയാലോ. പക്ഷെ ഈ മധുകൈടഭന്മാരെന്ന അസുരന്മാർക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ അവരാ വരം ചോദിക്കുന്നതിന് അവസാനം മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് എൻ്റെ അരയ്ക്ക് മുകളിലോട്ടൊരു ഭാഗത്ത് വെച്ച് ഈ മധുകൈടഭന്മാരുടെ ശിരസ് അറുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബ്രഹ്മാവിനെ ഈ മധുകൈടഭന്മാരിൽ നിന്ന് മഹാവിഷ്ണു രക്ഷിക്കുകയാണ് ഒന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് മധുകൈടഭവധം എന്ന് പറഞ്ഞ ഒന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ഇതാണ് പ്രഥമ ചരിതത്തിലെ ദേവി മഹാത്മ്യം. ഹരേ കൃഷ്ണ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.